പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസ് മരണം ചൈന പുറത്തുവിട്ടതിലും ഇരട്ടിയിലധികം പേർ മരിച്ചു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തി കൊറോണ വൈറസ് ചൈനയുടെ വുഹാനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ലോകം മനസാക്ഷി തന്നെ ഒന്നടങ്കം ഞെട്ടിയ കാഴ്ചയും നാം കണ്ടതാണ്. ഇപ്പോഴും കൊറോണയിൽ നിന്ന് മുക്തി നേടാൻ ചൈനയ്ക്കല്ല, ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ആയിട്ടില്ല. മാരക വൈറസ് പൊട്ടിപ്പുറപ്പെട്ട വുഹാനിൽ ഉയർന്ന തോതിൽ സൾഫർ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യവും ഗന്ധവും പുറത്തു വരികയാണ്. കൂട്ടസംസ്കാരം നടന്നുവെന്നതിന് സംശയമെന്ന റിപ്പോർട്ടുകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു. കൊറോണ വൈറസ് ബാധയേറ്റ് ചൈനയിൽ മരിച്ചവരുടെ എണ്ണം 1113 ഉയർന്നുവെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം മരിച്ചവരിൽ 97 പേർ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട ഹ്യൂബൈ പ്രവിശ്യയിൽ നിന്നുള്ളവരാണ്. എന്നാൽ ബ്രിട്ടനിൽ കൊറോണ വൈറസ് ഭീതി അകലുന്നില്ല. ഓരോ ദിവസവും രോഗം കൂടുതൽ പേരിലേക്ക് പടരുന്നതിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതുവരെ രാജ്യത്തൊട്ടാകെ 8 പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറും ഉൾപ്പെടുന്നുണ്ട്. വെസ്റ്റ് സസെക്സിലെ വാർത്തിങ്ങിലുള്ള ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്ത GP ഡോക്ടർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഡോക്ടർക്ക് രോഗബാധ സ്ഥിരീകരിച്ചെങ്കിലും ആശുപത്രിയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്കും എത്തി. ബ്രൈറ്റണിൽ 2 GP സർജറികൾ രോഗബാധിതരുടെ സമ്പർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി അടച്ചിരുന്നു. ബ്രിട്ടനിൽ ഇതുവരെ 1358 പേരെയാണ് രോഗബാധ സംശയിച്ച് പരിശോധനകൾക്ക് വിധേയരാക്കിയത് തന്നെ. ഇതിൽ 8 പേർക്ക് മാത്രമേ രോഗം സ്ഥിരീകരിച്ചിട്ടുമുള്ളൂ. ഇവരെല്ലാം പ്രത്യേകം ഐസൊലേഷൻ സെന്ററുകളിലും വീടുകളിലുമായി ചികിത്സയിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിൽ 5 സ്കൂളുകളിൽ കൊറോണ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. രോഗബാധ സംശയിക്കുന്നവർ സ്കൂളിൽ വരാതെ ആരോഗ്യവകുപ്പ് അധികൃതരുമായി ബന്ധപ്പെടണമെന്നാണ് മുന്നറിയിപ്പ് ലഭ്യമായിരിക്കുന്നത്. അതേസമയം കുറച്ചു ദിവസങ്ങളായി ചൈനയിൽ നിന്ന് വരുന്ന സോഷ്യൽ മീഡിയയിലെ വീഡിയോകളും ചിത്രങ്ങളും കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തെ മറച്ചുവെക്കുന്നതാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഓക്സൈഡിന്റെ അതായത് SO2 അമിത വാർച്ചയും വുഹാനിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ചൈനയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. പ്രദേശത്താകെ സൾഫർ ഡൈ ഓക്സൈഡിന്റെ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിലാണ് ഉയർന്ന തോതിൽ സൾഫർ ഡൈ ഓക്സൈഡിന്റെ അളവ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ബഹുജന ശവസംസ്കാരമാണ് നടന്നതിന്റെ അടയാളമായിരിക്കാമെന്നും റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു. മരിച്ചവരുടെ എണ്ണം ചൈന പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സാറ്റലൈറ്റ് മാപ്പുകൾ പ്രകാരം സൾഫർ ഡൈ ഓക്സൈഡിന്റെ ഉയർന്ന അളവ് കാണാൻ സാധിക്കുന്നതാണ്. വുഹാൻ കൂടാതെ ചോങ്കിങ് നഗരത്തിലും ഉയർന്ന അളവിൽ സൾഫർ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോഴും മെഡിക്കൽ മാലിന്യങ്ങൾ കത്തിക്കുമ്പോഴും സൾഫർ ഡൈ ഓക്സൈഡ് ഉയർന്ന അളവിൽ പുറന്തള്ളുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇപ്പോൾ നഗരത്തിലെ ഉൾപ്രദേശങ്ങളിൽ സൾഫർ ഡൈ ഓക്സൈഡിന്റെ അളവ് കാണിക്കുന്നത് മൃതദേഹങ്ങളെ കുറിച്ച് സൂചന നൽകുന്നതാണെന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.